നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ബിഗ് സ്ക്രീനിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് ദിലീപ്. ഏറെക്കാലമായി ദിലീപിന്റെ ജനപ്രിയൻ എന്ന പരിവേഷത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷവും സിനിമകളിൽ ദിലീപ് സജീവമായിരുന്നു. എങ്കിലും കേസിൽ ഉൾപ്പെട്ടതിനാൽ പഴയ സ്വീകാര്യതയോടെ പ്രേക്ഷകർ ദിലീപിന്റെ ചിത്രങ്ങളെ ഏറ്റെടുത്തില്ല എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ ദിവസം കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിലീപ്. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ സിനിമാ സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുമ്പോഴും താരസംഘടനയായ അമ്മയിൽ ഉൾപ്പെടെ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ സിനിമയിൽ ഒരു മടങ്ങിവരവിനാണ് ദിലീപ് ശ്രമിക്കുന്നത്. ദിലീപിനെ നായകനാക്കി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രമായ ബബ്ബയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ചിത്രം എന്ന നിലയിൽ ഈ ചിത്രത്തിന് ദിലീപിന്റെ കരിയറിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ സിനിമയുടെ വിജയം പോലെയിരിക്കും ദിലീപിന്റെ മുമ്പോട്ടുള്ള സിനിമാ ജീവിതവും. തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് ബബ്ബ എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിലുണ്ട്. അതിഥി വേഷത്തിൽ മഹാനടൻ മോഹൻലാൽ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ബബ്ബയുടെ ട്രെയിലർ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിരുന്നു. എന്നാൽ പതിവില്ലാത്ത വിധം വലിയ വിമർശനമാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിക്കുന്നത്. 70 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായി വലിയ വിമർശനമാണ് ദിലീപ് ചിത്രത്തിന്റെ ട്രെയിലർ പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെ ലഭിക്കുന്നത്. കഷ്ടം തന്നെ, അങ്ങയോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത്. ഇരയെ അനുകൂലിച്ച് ഞങ്ങൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ചിത്രം കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന നിരവധി ആരാധകരും ഉണ്ട്. ലേഖ ഭാസ്കരൻ എന്ന ഫോളോവർ കുറിച്ചത് ഇങ്ങനെയാണ്: ലാലേട്ടന്റെ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നതും പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കാണുന്നതുമൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാമാട്ടിക്കുട്ടിയമ്മ മുതൽ ഹൃദയപൂർവ്വം വരെ ഓരോ സിനിമകളും കാണാൻ പോയപ്പോഴുമുള്ള ഓർമ്മകൾ പോലും മനസ്സിലുണ്ട്. പക്ഷെ ഈ സിനിമ കാണില്ല. ഞങ്ങൾ സിനിമ കണ്ടില്ലെങ്കിലും ഒരു തന്മാത്രയുടെ അത്രയും നഷ്ടം പോലും ലാലേട്ടന്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അറിയാം. അതേസമയം ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുമുണ്ട്. എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്. പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. ദിലീപ് തന്നെ പ്രതിയായി വരണമെന്നുള്ള നിങ്ങളുടെ വാശിയാണ് പ്രശ്നം എന്നാണ് ഒരാൾ കമന്റിട്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനു ശേഷം സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കുവച്ചുള്ള പോസ്റ്റിനും ആളുകൾ നെഗറ്റീവ് കമന്റുകളാണ് കുറിക്കുന്നത്.